ഇപ്പോൾ ജിഷ തൃശ്ശൂർ എന്നും പറഞ്ഞ് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ മെനയെന്നൊരു സാക്ഷ്യം ഉണ്ടായി. ഇപ്പോൾ ഒരു പ്രൊഫസർ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ലോകത്തിലെല്ലാ സമയത്തും സാക്ഷ്യം കേൾക്കുന്ന ഒരു ധ്യാന കേന്ദ്രം എന്നാണ്. സത്യമാണത്, എല്ലാ സമയത്തും. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിഷ തൃശ്ശൂരത്തെ ജിഷ ചേച്ചിയുടെ സാക്ഷ്യം എനിക്ക് വളരെ വിചിത്രമായി തോന്നി. അത് മെനയെന്ന് പറഞ്ഞതാണ്. ഇന്ന് യൂട്യൂബിൽ രാത്രി ഇടും. അവരുടെ പ്രശ്നം വെച്ചാൽ അവർ ഉടമ്പടി ചെയ്തിരിക്കുന്നത് എന്താണെന്ന് അറിയാം. അവർക്ക് ജോലിയില്ല, ജീവിക്കാനുള്ള. ഇപ്പോൾ ഉടമ്പടി ഇപ്പോൾ ഇതിൽ കഴിഞ്ഞില്ലേ, ഇത് എന്താ കൊറോണ കഴിഞ്ഞപ്പോൾ എല്ലാവരും പാപ്പരായില്ലേ. ജോലിയുമില്ല, കടവുമായി, സാമ്പത്തികമായി, വസ്തു വിൽക്കണില്ല, എല്ലാം കൊണ്ട് തകർന്നിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ജോലിയില്ല. അപ്പം ജോലി ഇല്ലാത്തതിന് വേണ്ടിയാണ് ഇവർ ഉടമ്പടി വെച്ചിരിക്കുന്നത്, സ്ഥിരമായൊരു ജോലി ഇല്ലാത്തതിന്. പക്ഷെ ജോലി എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയത്തില്ല. ഇപ്പം ചില ആൾക്കാർ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റത്തില്ല ഇതെവിടെ നിന്നാണ് കിട്ടുക എന്ന്. എവിടെ നിങ്ങൾ കിട്ടണ കാര്യം ഉണ്ടെങ്കിലാണ് നിങ്ങൾ എഴുതി വെക്കണത്. അച്ഛൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഉടമ്പടി പത്രം പൂരിപ്പിക്കാൻ നേരത്തെ ഇത് എവിടെ നിന്ന് കിട്ടാനാണ്. അപ്പോൾ എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയാമെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുമോ, അത് അവിടെ നിന്ന് കിട്ടുമല്ലോ എന്ന്. എന്ന് വെച്ചാൽ നിങ്ങളത് ബുദ്ധിയുടെ തലത്തിൽ കൊണ്ടുവരികയാണ്. പക്ഷേ ചില കാര്യങ്ങൾ എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയത്തില്ല. ഈ ചേച്ചിക്ക് അങ്ങനെയാണ്, ജോലി എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയത്തില്ല. ജോലി വേണം, ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഇത് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പം നമ്മൾക്ക് അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആർക്കറിയാൻ പറ്റും? ദൈവത്തിന് അറിയാൻ പറ്റും. അപ്പം അറിയാവുന്ന കാര്യം തന്നെ എഴുതി വെക്കരുത്, അറിയാൻ പാടില്ലാത്ത കാര്യം എഴുതി വെക്കണം. എന്താ കാര്യം? അത് നമുക്കറിയാൻ പാടില്ലെന്നേ ഉള്ളൂ, പക്ഷെ ആർക്കറിയാം? ദൈവത്തിനറിയാം. ഉടമ്പടിയിൽ എഴുതുമ്പോഴേ ഇപ്പോൾ ചേച്ചിക്ക് രണ്ട് കാര്യങ്ങൾ അറിയാൻ പാടില്ല. ഒന്നെന്താണ് അറിയാൻ പാടില്ലാത്തത്? ജോലി എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയത്തില്ല, പക്ഷേ ജോലി ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തുമില്ല. അപ്പം ജിഷ തൃശ്ശൂരിൻ്റെ സാക്ഷി ഇന്ന് രാത്രി ഇടും, നിങ്ങളെ കേട്ടാൽ മതി. വേറെ ഒരു കാര്യം കൂടെ അവർ എഴുതി. എന്താ സംഭവം എന്നറിയാമോ? അവരുടെ സ്ഥലം ഒരു സ്ഥലം വാങ്ങിച്ചവർ പാലക്കാട്, തൃശ്ശൂർക്കാരത്തെയാണ്, പാലക്കാട് ഒരു സ്ഥലം വാങ്ങിച്ച്. ഈ സ്ഥലം വാങ്ങിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം, സ്ഥലത്തിന് മുന്നാധാരം അറിയാമല്ലോ. ഇപ്പോൾ ബാങ്കുകാർ നമുക്ക് ഒരു സ്ഥലത്തിന് ലോൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ 30 കൊല്ലത്തെ ബാധ്യത സർട്ടിഫിക്കറ്റ് ചോദിക്കും. ആദ്യം 12, പിന്നെ 15, ഇപ്പം 30 കൊല്ലത്തെ ബാധ്യത സർട്ടിഫിക്കറ്റ് വരെ ചോദിക്കും. കാര്യം അവർ ഈ സ്ഥലം ഈടൊക്കെ എടുക്കണം കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിലും ഇവരിത് ബാങ്കിൽ ലോൺ ചെയ്തെടുക്കാത്തത് കൊണ്ട്, ഇവർ നേരിട്ട് എടുത്ത സ്ഥലമായത് കൊണ്ട് ഇവർ വലിയ ഒരു അടിപ്പല്ല് വീണ്. കാര്യം സർക്കാരിന് കടമുണ്ടായിരുന്ന ഭൂമിയാണിത്, അതിൻ്റെ ബാധ്യത കിട്ടിയില്ല. ഇവരെടുത്ത സ്ഥലം സർക്കാരിന് ബാധ്യത ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇവരെടുത്തു കഴിഞ്ഞതിന് ശേഷം സർക്കാർ ആ സ്ഥലം നടത്തിയെടുത്തു പോയി. അപ്പോൾ സ്ഥലം പോയി. സർക്കാർ നടത്തിയെടുത്താൽ കിട്ടുക. സർക്കാരിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കറിയാമല്ലോ. ഈ റെയിൽവേയിലൊക്കെ കൊണ്ട് ആത്മഹത്യ ചെയ്യാലും ആടിടിച്ചാലും കാശ് അങ്ങോട്ട് കൊടുക്കണം. റെയിൽവേനെ കൊണ്ട് ചില ആൾക്കാർ, ചില വലിയന്മാരുണ്ട് റെയിൽവേ കൊണ്ട് ആടനെ കിട്ടത്തില്ലേ. ആട് കറങ്ങി തിരിഞ്ഞ് റെയിൽപ്പാളത്തെ പോലെ ട്രെയിൻ ഇടിക്കും. അപ്പോൾ ട്രെയിൻ ഇടിച്ചെന്ന് പറഞ്ഞ് നമുക്ക് കാശ് ഇങ്ങോട്ട് തരുന്നത്, ട്രെയിനെ കൊണ്ടുവന്ന് കെട്ടിയതിന് കാശ് അങ്ങോട്ട് കൊടുക്കണം. ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കേസ്. ആ ബോഡി എടുക്കാൻ വന്നവൻ്റെ ബന്ധുക്കൾ 500 രൂപ കൊടുക്കണം. അപ്പം സർക്കാരിൻ്റെയൊക്കെ രീതികളതാണ്. സർക്കാരിലേക്ക് ഈ സ്ഥലം അവർക്ക് കടമുണ്ടായിരുന്നതുകൊണ്ട് അവർ നടത്തി, കേസുണ്ടായിരുന്നതാണ് കോടതി, അവർ നടത്തിയെടുത്ത്. അപ്പോൾ സ്ഥലവും പോയി. അപ്പം സർക്കാരിലേക്ക് പോയ സ്ഥലം കടയിൽ കായം കലക്കണ പോലെയാണ്, പിന്നെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു വിഷയം അവർ എഴുതേണ്ട കാര്യമില്ലല്ലോ. ഉടമ്പടി എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. സർക്കാർ എടുത്തു പോയ സ്ഥലമാണ്, കേസ് നടത്തി സർക്കാർ എടുത്തതാണ്. അവരെഴുതിയില്ല. പക്ഷെ അമ്മയുടെ അടുത്തല്ലേ വന്നെന്ന് വിചാരിച്ചുകൊണ്ട് രണ്ടാമത്തതായിട്ട് ഞങ്ങളുടെ പാലക്കാടത്തെ സ്ഥലം കൂടി എഴുതി വെച്ചു. സ്റ്റോറി പോണ രീതി നോക്കണം. ഞങ്ങളുടെ പാലക്കാടത്തെ സ്ഥലം കൂടി എഴുതി വെച്ചു. ഇവർക്കറിയാൻ കിട്ടത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് എഴുതിക്കാൻ ഉടമ്പടിയുടെ ഒരു സാധനം. ഉടമ്പടി ചെയ്ത് അവർ വീട്ടിൽ പോകുന്നു. 2 കാര്യത്തിനാണ്. ഒന്ന് ജോലി, ഒന്ന്
അത് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയാൻ പാടില്ല. രണ്ടാമത്തെ എന്താണ്? സ്ഥലം, അത് പോയതാണ്, അത് കിട്ടുമെന്ന് അറിയത്തില്ല. ഈ എഴുതിയതിന് ശേഷം പക്ഷെ ഉടമ്പടിയിൽ ഇവർ കൃത്യമായിട്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട് അവർ പാലിച്ചു പോവുകയാണ്. പാലിച്ചു പോയി ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരൊരു ടീച്ചറിനെ കണ്ടുമുട്ടും. ആരുടെ? ഇവരുടെ നാട്ടിലുള്ള ടീച്ചറിനോട് വെറുതെ ചോദിക്കും, ടീച്ചർ എവിടെ പഠിപ്പിക്കണം? ടീച്ചർ ഞാൻ വടക്കഞ്ചേരി പഠിപ്പിക്കുക, പാലക്കാട്. എനിക്കവിടെ വല്ല ജോലിയും കിട്ടാൻ സാധ്യതയുണ്ടോ? ഇവർ ഇതൊക്കെ പഠിച്ചൊക്കെ നിൽക്കുന്ന ആളാണ്. ടീച്ചറായിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടാകുമെന്ന് ചോദിക്കുമ്പോൾ പറയും അവിടെ ഒരു വേക്കൻസി ഉണ്ടെന്ന് കേട്ടെന്ന് പറഞ്ഞു, നിങ്ങളൊന്ന് അന്വേഷിക്കാൻ പറയും. ഇവർ ഒരാഴ്ചക്കുള്ളിൽ വേക്കൻസി അന്വേഷിക്കാൻ വേണ്ടി തൃശ്ശൂരിൽ നിന്ന് വടക്കാഞ്ചേരി പോകും. വടക്കാഞ്ചേരി പോയി ആ സ്കൂളിൽ പോയി അന്വേഷിച്ചപ്പോൾ അവിടെ ഇൻ്റർവ്യൂ ആണ്. ഒരാഴ്ചക്കുള്ളിൽ ഇൻ്റർവ്യൂ നടക്കും. ഇൻ്റർവ്യൂ നടക്കുകയും ചെയ്യും, ഇവൾക്ക് ആ ജോലി കിട്ടുകയും ചെയ്യും സ്കൂളിൽ. അതല്ല രസം, ഇതൊരു പെർമനൻ്റ് പോസ്റ്റാണ്. വിഷയം തന്നെ പോകണ്ടല്ലേ? ഈ ചേച്ചി ഇപ്പോഴേ വടക്കാഞ്ചേരി സ്കൂളിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കിട്ടിയിരിക്കുന്ന പോസ്റ്റ് എന്താണ്? പെർമനൻ്റ് പോസ്റ്റാണ്. ഒരു ടെമ്പററി പോസ്റ്റ് അങ്ങനെ കിട്ടിയാൽ അത്രയും നല്ലതെന്ന് പറഞ്ഞ് നടന്ന ആളിനെ അമ്മ ഉടമ്പടിയിലേക്ക് കൊടുത്തിരിക്കുന്നത് എന്താണ്? പെർമനൻ്റ് പോസ്റ്റാണ്. വിഷയം അവിടെ കൊണ്ട് തീർന്നില്ല. വടക്കാഞ്ചേരി ഇവർ പഠിപ്പിക്കാൻ പോയി. പഠിപ്പിക്കാൻ ചെയ്തതിന് ശേഷം പഠിപ്പിക്കുന്ന സ്കൂളിലെ കുട്ടി, അവർ പഠിപ്പിക്കുന്ന ക്ലാസ്സിലെ കുട്ടി ഒരു തഹസിൽദാറിൻ്റെ മകനാണെന്ന് ഇവർക്ക് മനസ്സിലായി. ഈ ചേച്ചിക്ക്, ഈ ടീച്ചറിന് മനസ്സിലായി അത് തഹസിൽദാറിൻ്റെ മകനാണ് ക്ലാസ്സിൽ തൻ്റെ കുട്ടിയായിട്ടിരിക്കണമെന്ന്. അപ്പോൾ കുട്ടിയോട് ചോദിച്ചു, എൻ്റെ ഫോൺ നമ്പറും തരുക, എൻ്റെ ഒരു സ്ഥലം സംസാരിക്കുക, സ്ഥലത്തെക്കുറിച്ച് വല്ല കാര്യവും അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. അപ്പോൾ കുട്ടി അപ്പൻ്റെ ഫോൺ നമ്പർ കൊടുത്തു. ടീച്ചർ വീട്ടിൽ വന്നിട്ട് ഭർത്താവിനെ കൊണ്ട് ഈ അസിസ്റ്റൻ്റ് തഹസിൽദാറിനെ വിളിപ്പിക്കും. ഞങ്ങൾക്ക് വടക്കാഞ്ചേരി ഇങ്ങനെ സർക്കാർ നടത്തിയെടുത്തൊരു ഭൂമിയുണ്ട്, അത് തിരിച്ച് കിട്ടാൻ വല്ല മാർഗം ഉണ്ടാന്ന് ചോദിക്കും. അപ്പോൾ തഹസിൽദാർ പറയും, ഞാനത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറയും. നടത്തിയെടുത്തതല്ലേ തിരിച്ച്. ഒരാഴ്ച കഴിയുമ്പോൾ സർക്കാരിനൊരു ഓർഡർ വരും. എന്താണ്? ഈ കടമെല്ലാം, പഴയ കടമെല്ലാം എഴുതി തള്ളിക്കൊണ്ട്. ഇപ്പം എന്നാ സംഭവിച്ചിരിക്കുന്നത്? ആ തഹസിൽദാർ ഇടപെട്ടിട്ട് ഈ ഭൂമി ഇവർക്ക് തിരിച്ച് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ദൈവത്തോട് സന്തോഷത്തോടെ പാടും. അപ്പൊ ഈ മൂവ്മെന്റ്, ഉടമ്പടി മൂവ്മെന്റ് വർക്ക് ചെയ്യണ രീതി കണ്ടില്ലേ മക്കളെ? രണ്ടും അപ്രാപ്യം. രണ്ടും എവിടെയാണ് നമുക്ക് എവിടെയാണ് വിഷയം തുടങ്ങണമെന്ന് അറിയത്തില്ല. ഈ രണ്ടും വിത്തിൻ 20 days ഈ സംഭവം സെറ്റ് ചെയ്യേണ്ട രീതി. ഇതാണ് ഉടമ്പടിയുടെ ഉടമ്പടിയുടെ ബേസിക് ഫോർമുലയുടെ പവറാണത്.
ഉടമ്പടിക്ക് ഒരു ബേസിക് ഫോർമുല ഉണ്ടല്ലോ. ഇതിൻ്റെ ഒരു പവറാണ്. അതെന്താണ് വർക്ക് ചെയ്യണത്? ആ ബേസിക് ഫോർമുല ഉടമ്പടി. എന്നിട്ട് രസമുള്ളത് ചെയ്തെടുത്ത് ചെയ്യണ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ടീച്ചർ ഈ സ്ഥലം ഉപേക്ഷിച്ച് പോകുന്നൊരു ദിവസമുണ്ട്. ഇങ്ങനെ സർക്കാർ നടത്തിയെടുത്തു എന്ന് അറിഞ്ഞപ്പോൾ ഈ സ്ഥലം ടീച്ചർ കാര്യം കാശ് മുടക്കി വാങ്ങിച്ചതല്ലേ, ഇനി ഒരിക്കലും കിട്ടത്തില്ലല്ല, കണ്ണീരോടെ ഉപേക്ഷിച്ച് പോകുന്നൊരു സമയമുണ്ട്. അപ്പം ടീച്ചർ രണ്ട് കാര്യം അവിടെ ചെയ്യും ആ സ്ഥലത്ത്. എൻ്റെ മക്കളിതൊക്കെ കേൾക്കണം. നമുക്ക് മുമ്പേ കഴിഞ്ഞ മാസവും മറ്റും ഉടമ്പടി എടുത്ത ആൾക്കാരുടെ അനുഭവങ്ങളാണ്. ഈ സ്ഥലത്ത് കണ്ണീരോടെ വിട്ടുപോകുമ്പോൾ താൻ കാശ് കൊടുത്ത് മേടിച്ച സ്ഥലം തനിക്ക് കിട്ടത്തില്ല എന്ന് മനസ്സിലാക്കി ആ സ്ഥലം വിട്ടുപോരുമ്പോൾ അവിടെ ചെയ്യേണ്ടൊരു കാര്യമുണ്ട്. എന്താണ്? എനിക്കൊണ്ട് ഭർത്താവിനെ കൊണ്ടാണ് ജയിച്ചതെന്ന് തോന്നണത്. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉടമ്പടി ഉപ്പും കാശുരവും ഈ സ്ഥലത്തിട്ടിട്ട് പോരും. അതാണ് വിഷയം. ഇവരെന്താ ചെയ്യണത്? വിശ്വാസപ്രമാണം ചൊല്ലി നഷ്ടപ്പെട്ട ഈ ഭൂമിയിലെ ഉടമ്പടി ഉപ്പും കാശുരവും നിക്ഷേപിച്ചിട്ട് പോരും. ഇൻസ്റ്റാളേഷൻ എന്ന് പറയും. ഞാൻ പറയണത് കുഴിച്ചിടാനേ ഞാൻ പറയത്തുള്ളൂ. സ്ഥലം കാര്യം നമുക്ക് കൈമോശ വന്നതിലൂടെ കൊണ്ടുപോയി കാശുരൂപം വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് ഡെപ്പിലാക്കി കൊണ്ടുപോയി ആ സ്ഥലത്ത് കുഴിച്ചിടാൻ പറയും. അതിന് ഇൻസ്റ്റാളേഷൻ എന്ന് പറയും. രണ്ട് വിശുദ്ധ വസ്തുക്കളുടെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ രണ്ട് രീതിയിലാണ് നമുക്കുള്ളത്. ഒന്ന് ഇൻസ്റ്റാലേഷൻ ആൻഡ് എക്സാൾട്ടേഷൻ. രണ്ട് പ്രോസസ്സാണ്. അല്ലാതെ ക്ഷുദ്രക്കാർ കോഴിത്തല കുടിച്ചിടണ പോലെയല്ലേ. ചില അച്ഛന്മാർക്ക് കാര്യങ്ങൾ അറിയാൻ പാടാത്തത് കൊണ്ട് ജോസഫച്ചൻ എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കും. ജോസഫച്ചൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സമയത്ത് കർത്താവ് എന്നോടത് കൃത്യമായി കാര്യങ്ങൾ എനിക്ക് ആന്തരിക ബോധ്യം നൽകിയ കാര്യങ്ങളെ പറയത്തുള്ളൂ. എന്താണ് ഇൻസ്റ്റാളേഷൻ? നമുക്ക് വിശ്വാസത്തിൽ പ്രഖ്യാപിക്കുന്നത്, വിശ്വാസ പ്രഖ്യാപനം എന്താണ്? അത് മെറ്റീരിയലായിട്ട് നമുക്ക് പ്രഖ്യാപിക്കാം. ഇപ്പം നമ്മൾ വിശ്വാസ പ്രഖ്യാപനം എങ്ങനെയാണ് ചെയ്യണത്? അത് റോമ 10:9 വെച്ചാണ് ചെയ്യണത് അല്ലേ? എന്താണ്? 1 വിശ്വാസ പ്രഖ്യാപനത്തിൽ എന്താ ചെയ്യണത്? അത് റോമ 10:9 എന്താ ചെയ്യണത്? 1 യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം. രണ്ടാമത്തെ എന്താണ്? ദൈവം അവനെ മരിച്ചോൾ നീർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഇതാണ് വിശ്വാസ പ്രഖ്യാപനം. ഈ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ മെറ്റീരിയൽ സൈഡുണ്ട്, ഇമ്മെറ്റീരിയൽ സൈഡുണ്ട്. മെറ്റീരിയൽ സൈഡ് എന്ന് പറയണത് നമ്മൾ കഴിക്കുന്ന തേന്, അതുപോലെ തന്നെ ഉടമ്പടി തൈലം, അതിൻ്റെ മെറ്റീരിയൽ സൈഡാണ്. ഇമ്മെറ്റീരിയൽ സൈഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളെടുക്കുന്ന പ്രാർത്ഥനകൾ, അത് ചെല്ലുന്ന പ്രാർത്ഥനകൾ, അതുകൊണ്ട് ബന്ധപ്പെട്ട് വരുന്ന ഉപവാസങ്ങൾ, അതെല്ലാം എൻ്റെ ഇമ്മീഡിയറ്റ് സൈഡാണ്. പ്രഖ്യാപനങ്ങൾ വരും, പ്രാർത്ഥനയും പ്രഖ്യാപനവും എല്ലാം അതിൻ്റെ ഇമ്മെറ്റീരിയൽ സൈഡ്. മറ്റെന്താ മെറ്റീരിയൽ സൈഡ്? മെറ്റീരിയൽ സൈഡിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. ഒന്നെന്താണ്? ഒന്ന് എക്സാൾട്ടേഷൻ. ഇപ്പം പരിശുദ്ധ കുർബാന എന്ത് ചെയ്തിരിക്കുകയാണ്? എക്സാൾട്ട് ചെയ്തിരിക്കുകയാണ്. കുരിശ് എന്ത് ചെയ്തിരിക്കുകയാണ്? എക്സാൾട്ട് ചെയ്ത് ഉയർത്തി പ്രതിഷ്ഠിക്കുകയാണ്. മനസ്സിലായില്ലേ? ഉയർത്തി പ്രതിഷ്ഠിക്കുക. പരിശുദ്ധ കുർബാന ഉയർത്തി പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. എന്തിനാണ്? ജനങ്ങൾക്ക് ആരാധിക്കാൻ വേണ്ടി. കുരിശ് ഉയർത്തി പ്രതിഷ്ഠിക്കണം, എക്സാൾട്ടേഷൻ എന്ന് പറയുന്നതിനെ. ഇത് നമ്മൾ മെറ്റീരിയൽ സൈഡിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. വിശ്വാസം പ്രഖ്യാപിക്കുക. അത് എന്തനുസരിച്ചാണ്? റോമ 10:9 അനുസരിച്ചുണ്ട്. എന്താണ്? യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റു പറയും. രണ്ടാമത്തത് എന്താണ്? രണ്ടാമത്തെ പ്രശ്നം എന്താണ്? ദൈവം അവനെ മരിച്ചോ നീർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കും. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കേണ്ടത് എന്താണ്? ദൈവം അവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചെന്ന്. ഇങ്ങനെ ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവം അവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചെന്ന് റോമ 10:9 അനുസരിച്ചുകൊണ്ട് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് രക്ഷയുടെ അവകാശം കിട്ടുന്നത്. രക്ഷ എന്താണ്? അവകാശത്തിലാണ്. രക്ഷ വർക്ക് ചെയ്യണത് എങ്ങനെയാണ്? ഔദാര്യത്തിലല്ല. രക്ഷ രണ്ട് തരത്തിലുണ്ട്. ഔദാര്യമുണ്ട്, അവകാശമുണ്ട്. പക്ഷേ രക്ഷ അവകാശമാക്കുന്നത് എങ്ങനെയാണ്? ആദ്യകാലം മുതൽ, എബ്രാഹത്തിൻ്റെ കാലം മുതലേ അവൻ വാഗ്ദാനം അവകാശമാക്കുകയാണ് ചെയ്യണത്. ഇപ്പം നമ്മൾ ശ്രുതിയുടെ മക്കളെ യേശു സ്വസ്ഥം ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 ഈശോയേ വെളിപാടുകൾ നൽകണമേ കർത്താവേ കർത്താവേ ഞങ്ങളോട് സംസാരിക്കണമേ ഹല്ലേലൂയ 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 യേശുവേ 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 ആരാധന യേശുവേ സ്തോത്രം യേശുവേ ആരാധന ദൈവസ്നേഹത്തോടെ പാടാം അതായത് നമ്മൾ റോമ 10:9 ഫോർമുലയാണ് ഫെയ്ത്ത് പ്രൊക്ലമേഷൻ ഫോർമുല. എന്താ അത്? ഒന്ന്, ദൈവത്തെ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫെയ്ത്ത് പ്രൊക്ലമേഷൻ ഫോർമുല എന്താ? ഒന്നെന്താണ്? 10:9. ഒന്നെന്താണ്? യേശു കർത്താവാണെന്ന് അതിരം കൊണ്ട് ഏറ്റു പറയണം. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ഈ വടക്കഞ്ചേരിയിലുള്ള സ്ഥലത്ത് ഉപ്പ് വിതറുമ്പോൾ സംഭവിക്കണത് എന്താണ്? ഈ യേശു കർത്താവാണെന്ന് അതിരം കൊണ്ട് ഏറ്റു പറഞ്ഞ് ദൈവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചോന്ന് ഹൃദയത്തെ വിശ്വസിച്ചിട്ടാണ് വെഞ്ചരിപ്പ് നടത്തുന്നത്. ഇല്ലേ? വീടൊക്കെ വെഞ്ചരിക്കണില്ലേ അച്ഛന്മാരെ? ഇല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അച്ഛന്മാർ വ്യക്തമായിട്ട് തന്നെയാണ് അത് വെഞ്ചരിക്കണത്. കാര്യം എന്താണ്? ആ കുടുംബം യേശുവാണ് കർത്താവ്, പിശാസല്ല അവിടെ കർത്താവ്. ഇപ്പോൾ എന്താ ഈ ചേച്ചി കൊണ്ട് ഉപ്പ് നമ്മുടെ കൈമോശം വന്ന് സർക്കാർ നടത്തിയെടുത്ത പുരയിടത്ത് കൊണ്ടുപോയി എന്തുകൊണ്ടാണ് ഈ ഉപ്പിടുമ്പോൾ എന്താണ് പറയാതെ പറയണ കാര്യം? എന്താ പറയുക? ഇത് ഞാൻ അധ്വാനിച്ചുകൊണ്ട് കർത്താവിന് തന്ന സമ്പത്ത് കൊണ്ട് അധ്വാനിച്ചതാണ്. ഇതിപ്പോൾ നടത്തിയെടുത്തിരിക്കുന്ന സർക്കാരാണ്, സർക്കാരല്ല കർത്താവ്. അവിടെയാണ് പ്രശ്നം. അവിടെയാണ് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ എക്സിക്യൂഷൻ വരണത്. അങ്ങനെയാണ്. എന്താണ്? നമ്മൾ ആ ഉപ്പ് വിതറുമ്പോൾ പ്രഖ്യാപിക്കണം എന്താണ്? ഈ ഭൂമി സർക്കാരിൻ്റെതല്ല. എന്താണ് കാരണം? ഇത് ഞാൻ വില കൊടുത്ത് മുദ്രപത്രത്തിൽ സർക്കാരിനെ ടാക്സ് ചെയ്തിരിക്കുന്ന ഭൂമിയാണിത്. എന്ത് നടത്തിപ്പെടുത്താലും ഇപ്പം ഈ ഭൂമിയിൽ കർത്താവ് നമ്മൾ ഉപ്പ് ഇട്ട് വിതറിക്കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ പറയുന്ന വിശ്വാസ പ്രഖ്യാപനം എന്താ? ഇതിൽ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും യേശുവാണ് കർത്താവ്, സർക്കാരല്ല കർത്താവ്. ക്യാൻസർ 4ാം സ്റ്റേജാണെന്ന് പറഞ്ഞാലും നമ്മളിവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കും. എപ്പിലെപ്സി ആണെന്ന് പറഞ്ഞാലും ഒട്ടിസമാണെന്ന് പറഞ്ഞാലും പ്രാർത്ഥിക്കണം എന്താണ്? ഒട്ടിസമല്ല കർത്താവ്, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രമല്ല കർത്താവ്. ആരാണ്? യേശുവാണ് കർത്താവ്. എന്ന് പറഞ്ഞേ, യേശുവാണ് കർത്താവ്. അപ്പം ഇതാണ് ഫോർമുല. ഈ 10:9 ഇപ്പം നിങ്ങൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ അറിയണം. വെറുതെ അച്ഛൻ പറഞ്ഞ് ഉപ്പ് കൊണ്ടായി ഇടാൻ പറഞ്ഞ് നിങ്ങളുടെ ഉപ്പിട്ടെന്നല്ല പറയണത്. എന്ത് ചെയ്യില്ല? വിശ്വാസ പ്രമാണം ചെല്ലിയാണ് ഉപ്പിടണത് അല്ലേ? വിശ്വാസ പ്രമാണം ചെല്ലാത്ത ഒരു പ്രാർത്ഥനയും നമ്മൾ ചെല്ലത്തില്ല. എന്താ കാര്യം? വിശ്വാസ പ്രമാണത്തിലാണ് ഉള്ളത് എന്ത്? യേശു കർത്താവാണെന്നും ദൈവം അവനെ മരിച്ചെന്ന് നിരൂപിച്ചെന്ന് നമ്മുടെ വിശ്വാസ പ്രഖ്യാപനത്തിൻ്റെ രക്ഷാനുഭവത്തിൻ്റെ അടിസ്ഥാനം എന്താണ്? ഈ 10:9. ദൈവം അവനെ മരിച്ചെന്ന് നിരൂപിച്ചെന്ന് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിച്ചാൽ എന്താ സംഭവിക്കണത്? രക്ഷ പ്രാപിക്കണമെന്ന് വെച്ചാൽ എങ്ങനെയാണ് പ്രാപിക്കണത്? ദൈവം അവനെ മരിച്ചെന്ന് നിരൂപിച്ചെന്ന് 10:9 നമ്മൾ വിശ്വസിച്ചാൽ മരിച്ച അവസ്ഥകളിൽ നിന്നെല്ലാം നമ്മൾ ഉയർത്തി നിൽക്കുന്നത് അവൻ്റെ പേരിലാവും. പിടികിട്ടിയാവും. അത് ജോലിയില്ലാത്ത അവസ്ഥയിൽ മരിച്ച അവസ്ഥയല്ലേ? കടം കയറിയ അവസ്ഥയിൽ മരിച്ച അവസ്ഥയല്ലേ? സർക്കാർ ഭൂമി നടത്തിയെടുത്തപ്പെടുന്ന മരിച്ച അവസ്ഥയല്ലേ? അപ്പം ദൈവം അവന് മരിച്ചോടെന്ന് ഉയർപ്പിച്ചെന്ന് വിശ്വസിച്ചാൽ നമ്മുടെ ആത്മീയവും ഭൗതികവുമായ എല്ലാ മരിച്ച അവസ്ഥകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉയർത്തെഴുന്നേൽക്കും. അതെങ്ങനെയാണ്? ഈ 8:11 അനുസരിച്ചുകൊണ്ടാണ്. റോമ 10:9 വർക്കൗട്ട് ചെയ്യണത് യേശു കർത്താവാണെന്ന് നമ്മൾ അത്തരം കൊണ്ട് ഏറ്റുപറയുന്നു. ക്യാൻസർ അല്ല കർത്താവ്, എപ്പിലെപ്സി അല്ല കർത്താവ്,
സിസ്റ്റല്ല കർത്താവ്, PCOD അല്ല കർത്താവ്, യേശുവാണ് കർത്താവ്. കൈയിടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ജീവിതത്തിന്റെ ഏത് പ്രതികൂല സാഹചര്യത്തിലും അങ്ങ് കർത്താവാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചേർന്ന് പാടാം. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രഖ്യാപിക്കുന്നു. കരങ്ങൾ ഉയർത്തി യേശുവേ ദൈവസ്നേഹത്തോടെ പാടട്ടെ. കർത്താവേ എന്റെ പ്രിയപ്പെട്ടവരെ, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറഞ്ഞ 10:9 അനുസരിച്ചുകൊണ്ട് റോമ 10:9 അനുസരിച്ചുകൊണ്ട് ദൈവം അവനെ മരിച്ചവർ ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ എന്താണ് സംഭവിക്കണത്? റോമ 8:11 വർക്കൗട്ട് ചെയ്യും. റോമ 11 യേശുവിനെ ദൈവം അവനെ മരിച്ചുവെന്ന് നമ്മൾ ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചാൽ എന്താ വർക്കൗട്ട് ചെയ്യണത്? റോമ 8:11 വർക്കൗട്ട് ചെയ്യും. എന്താണത്? യേശുക്രിസ്തുവിനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് പറഞ്ഞേ, യേശുക്രിസ്തുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവന്റെ നിങ്ങൾ വസിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യശരീരങ്ങൾക്ക് നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. ഇതാണ് ഈ ഫോർമുല വർക്കൗട്ട് ചെയ്യുന്ന രീതി. യേശുവിനെ മരിച്ചവനെന്ന് ഉയർപ്പിച്ചെന്ന് നമ്മൾ വിശ്വസിച്ചാൽ, 10:9 അനുസരിച്ചുകൊണ്ട് വിശ്വസിച്ചാൽ റോമ 8:11 വർക്കൗട്ട് ചെയ്യും. എന്താണത്? യേശുവിനെ മരിച്ചവനെന്ന് ഉയർപ്പിച്ചവൻ നമ്മളുടെ മർത്ത ശരീരങ്ങളെയും ഉയർപ്പിക്കും. പ്രീഡില്ലേ? അപ്പോഴേ യേശുവിൻ്റെ ഉയർപ്പെ വിശ്വസിക്കുമ്പോൾ നമ്മുടെ എല്ലാ മർത്യമായിട്ടുള്ള എല്ലാ അവസ്ഥകളെയും, ഫിസിക്കലായിട്ടുള്ള മർത്യശരീരം എന്ന് എഴുതിയിരിക്കുന്നത്, ഇപ്പം മർത്യശരീരത്തോട് ബന്ധപ്പെട്ട ഇഹത്തിലും പരത്തിലുമുള്ള എല്ലാ തടസ്സങ്ങളെയും, എല്ലാ മരവിച്ച അവസ്ഥകളെയും ആരുടെ നാമത്തിലാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ. കൈയിടിച്ച് കർത്താവേ, യേശു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഏത് പ്രതികൂല സാഹചര്യത്തിലും അങ്ങ് കർത്താവാണെന്ന് ഏറ്റുപറയുന്നു. യേശുവേ ആരാധന. വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ചേർന്ന് പാടാം. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രഖ്യാപിക്കുന്നു. കരങ്ങളുയർത്തി രക്ഷകാ കർത്താവേ നാഥനേ യേശുവേ രക്ഷകാ ആരാധന കർത്താവേ നാഥനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പ്രിയപ്പെട്ടവരെ, നമ്മളപ്പോഴേ ഈ വിശ്വാസത്തിൻ്റെ പുറത്താണ്. എന്താണ്? ഇതാണ് നമ്മളുടെ അടിസ്ഥാന വിശ്വാസം. അപ്പോൾ യേശുവിനെ മരിച്ചോന്ന് ഉയർപ്പിച്ചവൻ യേശു കർത്താവാണെന്ന് ദൈവം അവനെ മരിച്ചോളെന്ന് ഉയർപ്പിച്ചതെന്ന് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. റോമ 10:9. അങ്ങനെ ദൈവം യേശു കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞവൻ ദൈവം അവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നവന് എന്ത് സംഭവിക്കും? അവൻ എന്താ സംഭവിക്കണത്? റോമ 8:11 സംഭവിക്കും. എന്താണ്?
അങ്ങനെ വിശ്വസിക്കുന്നവൻ, യേശു കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞ് ദൈവം അവനെ മരിച്ചോന്ന് ഉയർപ്പിച്ചെന്ന് വിശ്വസിക്കുന്നവൻ എന്ത് പറ്റും? അവൻ്റെ മർത്ത ശരീരങ്ങളും കർത്താവ് യേശു ക്രിസ്തുവിൽ ഉയർപ്പിക്കപ്പെടും. അത് നിത്യതയിലും അതുപോലെ തന്നെ ഈ ജീവിതത്തിലും. ഈ പ്രഖ്യാപനമാണ് പലപ്പോഴും നമ്മൾ ഉപ്പ്, കാശുരൂപം, ഒത്തിരിയേറെ നേർച്ച വസ്തുക്കളുണ്ടല്ലേ. ഇതെന്താ ഇവരെന്താ ചെയ്യണത്? വടക്കാഞ്ചേരി ചേച്ചി, തൃശ്ശൂർ ജില്ല ജിഷ ചേച്ചി എന്താ ചെയ്തത്? അവർ കൊണ്ടുപോയി ഈ ഉപ്പ് കൈമോശം വന്നു പോയ, കയ്യിൽ നിന്ന് വിട്ടുപോയ, നഷ്ടപ്പെട്ടു പോയ പുരയിടത്ത് അവകാശം സ്ഥാപിക്കുകയാണ്. എന്തിലാ? ആരുടെ പേരിലാണ്? യേശുവിൻ്റെ പേരിൽ. എങ്ങനെയാണ്? വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട്. എന്താണ് ചെയ്തത്? ഉപ്പിട്ടിട്ട് കാശിട്ടിട്ട് വിശ്വാസപ്രമാണം ചെല്ലുക. അതിൽ വിശ്വാസപ്രമാണം ചെല്ലുകയാണ്. എന്താ സംഭവിക്കുന്നത്? അതിലൂടെ സംഭവിക്കുന്ന വിഷയം ഇതിന് ഇൻസ്റ്റാലേഷൻ എന്ന് പറയും. എക്സാൾട്ടേഷൻ അച്ഛൻ പറഞ്ഞില്ല നേരത്തെ. വിശ്വാസം മെറ്റീരിയലായിട്ട് യേശു കർത്താവാണെന്നുള്ളതും ദൈവനെ മരിച്ചോ എന്ന് ഉയർപ്പിച്ചു എന്നുള്ളതും നമ്മൾക്ക് പ്രഖ്യാപിക്കുമ്പോൾ രണ്ട് തരത്തിൽ പ്രഖ്യാപിക്കാം. ഒന്ന് എക്സാൾട്ടേഷനിലൂടെ മെറ്റീരിയലായിട്ട് പ്രഖ്യാപിക്കാം. നമ്മളെ കുടുംബത്തിലൊക്കെ ഉയർത്തി വെച്ചിരിക്കുന്ന പസ്കാരൂപങ്ങളില്ലേ, രൂപങ്ങളെ ഉയർത്തി വെച്ചിട്ടില്ലേ നമ്മളെക്കുറിച്ച്? അതെല്ലാം ദൃശ്യമായിട്ട് ഉയർത്തി വെക്കുന്ന എക്സാൾട്ടേഷൻ പ്രൊക്ലമേഷനാണ്. വിശ്വാസം പ്രഖ്യാപിക്കുന്നു, പരസ്യമായിട്ട് അത് ഉയർത്തി വേണം. ഇതുപോലെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യും നമ്മൾ, എന്നുവെച്ചാൽ സ്ഥാപിക്കും, കുഴിച്ചിടും. ആരാണ് ആദ്യം കുഴിച്ചിട്ടത്? ലോകത്തിൻ്റെ ഭൂമിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി ഭൂമിയിൽ കുഴിച്ചിട്ടത് ആരാണ്? നമ്മൾ വല്ലവരുമാണോ? പിതാവായ ദൈവമാണ്. മനസ്സിലായ കാര്യം? മനസ്സിലായില്ലേ? മനസ്സിലായ? പിതാവായ ദൈവമാണ് ഭൂമിയുടെയും മനുഷ്യരാശിയുടെയും പാപത്തിൽ നിന്ന് വീണ്ടെടുപ്പിന് വേണ്ടി ഭൂമിയുടെ നെറുകയിൽ കുഴിച്ചിട്ട്. ഇൻസ്റ്റാളേഷൻ ഓഫ് ദി ക്രോസ്. ഈ ഓർമ്മയിലാണ് നമ്മൾ ആ വിശ്വാസം, യേശു കർത്താവാണ്, മരിച്ചവനെ കർത്താവ്, അവനെ വിശ്വസിക്കുന്ന ഉയർപ്പിൻ്റെ മരവിച്ച വിഷയമായാലും ശരി, മരവിച്ച ഭൂമി, കയ്യിൽ നിന്ന് വിട്ടുപോയ ഭൂമി, നമ്മളെ സംബന്ധിച്ചിടത്തോളം മരിച്ചുപോയ ഭൂമി ആയാലും ശരി. ഇപ്പം ചില ആൾക്കാർ പറയുന്നുണ്ട്, അച്ഛാ ഇവിടെ ഭയങ്കര ക്ഷുദ്രജീവികളാണച്ചാ, ഭയങ്കര വിഷജീവികളാണച്ചാ എന്ന് പറയുമ്പോൾ ഞാൻ പറയും, മക്കളെ ഉപ്പ് വിതറാൻ പറയും. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്തവർ കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് ജോസഫിന് ഉപ്പ് വിതറാൻ പറഞ്ഞത്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ആ ഭൂമി കർത്താവിൻ്റെതാണെന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. എന്താ കാര്യം? അതെന്തുമനുസരിച്ചാണ് പ്രഖ്യാപിക്കണത്? അതെന്തനുസരിച്ചാണ് പ്രഖ്യാപിക്കണത്? 16:17 വെച്ചാണ് പ്രഖ്യാപിക്കണത്. എന്ത് 16:17? മർക്കോസിൻ്റെ സുവിശേഷം. വിശ്വസിക്കുന്നതിൻ്റെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. എന്താണ്? മാരകമായി എന്ത് കഴിച്ചാലും അവർക്കൊരു ഉപദ്രവവും ഉണ്ടാവുകയില്ല. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. മാരകമായി എന്ത് കഴിച്ചാലും അവർക്ക് ഉപദ്രവം ഉണ്ടാവുകയില്ല. അതായത് ക്ഷുദ്രജീവികളിൽ നിന്ന് ഉപദ്രവമേക്കാതിരിക്കാൻ വേണ്ടി വിശ്വാസം പ്രഖ്യാപിക്കാൻ കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞനുസരിച്ചിട്ടാണ് നമ്മളത് ചെയ്യണം. പക്ഷേ ചെയ്യുന്നവർക്ക് ആ ബോധം ഉണ്ടാകണം. അതാണ് ഞാൻ പറഞ്ഞത്, ഉടമ്പടി എടുക്കാത്തവരെ കൊണ്ടൊന്നും ചെയ്യിക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. കാര്യം എന്താണ്? ഒരു സാധനം നിങ്ങൾക്ക് തരുമ്പോൾ ഇവിടുന്ന് അത് ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ടൊരു ഉദ്ദേശമുണ്ട്. എന്താണ്? കർത്താവിൻ്റെ വചനത്തിലുള്ളതാണ്. നിൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കുന്നിടത്ത് നിന്ന് നിനക്കെതിരെയുള്ള ശത്രുതയും, നിൻ്റെ വിശ്വാസം എവിടെയെല്ലാം പ്രഖ്യാപിച്ചാലും അവിടെയെല്ലാം, ഇപ്പോൾ നിങ്ങൾ ചില ആൾക്കാരെ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ മേൽഗതിക്ക് എതിരായിട്ടുള്ള ചില ഓഫീസ് വർക്ക് ചെയ്യും. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ, അറബിയുടെ വാതിക്കെ കൊണ്ടുപോയി ഒരു ഉപ്പിട്ടെന്ന് പറഞ്ഞില്ല. എന്താ കാര്യം? പിറ്റേ ദിവസം അറബി എഴുന്നിട്ട് പോയി കോടതി പോയി റിലീവിങ് ഓർഡർ കൊടുത്ത മകന്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെവിടെയാണ് നമ്മൾ പ്രഖ്യാപിക്കണത്? ഇപ്പം നമ്മളൊരു ശത്രുതയായിട്ട് പെരുമാറുകയാണ്. നമ്മൾ ശത്രുതയായിട്ട് പെരുമാറുന്ന വ്യക്തികളിൽ എന്താ പറയണത്? 16-17 വർക്കൗട്ട് ചെയ്യും. എന്താണ്? മക്കളെ, ഒരു മനുഷ്യൻ ഇഹത്തിലും പകരത്തിലും രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗവും സുവിശേഷത്തിലുണ്ട്. അത് വിശ്വസിക്കുന്നവനാണ് അതനുസരിച്ച് പ്രവർത്തിക്കുന്നത്. എന്താ അവിടെ സംഭവം?
വിശ്വസിക്കുന്നവരുടെ കൂടെ. ശ്രുതികട്ടെ മക്കളെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുന്ന കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ദൈവമേ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 സ്തോത്രം. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മർക്കോസ് 16:17 ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്ത് കുടിച്ചാലും അതവരെ ഉപദ്രവിക്കില്ല.